ചോദ്യപേപ്പർ ചോർച്ച തുടരുന്നു. CSIR നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പറും ചോർന്നതായി സംശയം. ഈ മാസം 25 മുതൽ നടക്കാനിരുന്ന പരീക്ഷ മാറ്റിവെച്ചു. ബീഹാറിലെ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റും മാറ്റിവെച്ചു. കേന്ദ്ര സർവകലാശാല പ്രവേശന പരീക്ഷാ ഫലവും വൈകിയേക്കും. നീറ്റ് പരീക്ഷാ ചോർച്ചയിൽ RJD നേതാവ് തേജസ്വി യാദവിനെ സഹായിക്ക ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകി. വിശദാംശങ്ങളുമായി അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഇതിപ്പോൾ ഒരു തുടർക്കഥയാവുകയാണല്ലോ. ഒന്നിന് പിന്നാലെ ഒന്നായി കൂടുതൽ ഈ ചോദ്യപേപ്പർ ചോർച്ച വാർത്തകൾ പുറത്തു വരികയാണ്. അതോടൊപ്പം തന്നെ ഏത് സാഹചര്യത്തിലാണ് തേജസ്വി യാദവിനെ സഹായിക്ക ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്? പ്രവിത, ഇന്നലെയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി CSIR നെറ്റ് പരീക്ഷ തീയതി മാറ്റിവെക്കുന്നതായി അറിയിച്ചത്. 25 മുതൽ, ഈ മാസം 25 മുതൽ 27 വരെയാണ് പരീക്ഷ നടത്താനായി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ചില കാരണങ്ങൾ, ചില ഒഴിവാക്കാനാത്ത സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരീക്ഷ മാറ്റുന്നതെന്നായിരുന്നു NTAയുടെ വിശദീകരണം. പക്ഷേ നിലവിൽ ലഭിക്കുന്ന സൂചനകൾ ഈ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പരീക്ഷ മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ളൊരു ഔദ്യോഗിക സ്ഥിരീകരണം അത് NTAയുടെ ഭാഗത്തു നിന്നോ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. എന്തായാലും പുതുക്കിയ തീയതി ഉടൻ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ബീഹാറിലെ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റാണ്. ആ പരീക്ഷ 26 മുതൽ 28 വരെ നടത്താനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ആ പരീക്ഷയും ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ കാരണം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ബീഹാറിലെ ചോദ്യപേപ്പർ ചോർച്ചാ കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമാണ് ഇപ്പോൾ തേജസ്വി യാദവിൻ്റെ സഹായിയായിട്ടുള്ള പ്രീതം കുമാറിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കാരണം നേരത്തെ ഈ ചോദ്യപേപ്പർ ചോർച്ച ആരോപണവുമായി ബന്ധപ്പെട്ട BJP തന്നെ ഉന്നയിച്ചത് ഈ സഹായിയായിട്ടുള്ള പ്രീതം കുമാർ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ള ആരോപണമായിരുന്നു. എന്തായാലും ആ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രീതം കുമാറിന് അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇത് അച്യുതനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.